ഓക്കെ, ഹലോ എവരിവൺ. ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോവാം. ബ്ലോക്ക് നമ്പർ 4 പോവാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡിവിഡൻഡ് ഡിസിഷൻ. നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, ഒരു ഫിനാൻഷ്യൽ മാനേജർ എടുക്കേണ്ടി വരുന്ന മേജർ 3 ഡിസിഷൻസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. പിന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എവിടെ നടത്തണമെന്ന് തീരുമാനിച്ചു, അതിന് വേണ്ട ഫണ്ട് കണ്ടെത്തുന്ന ഫിനാൻഷ്യൽ ഡിസിഷൻ. അതിനുശേഷമാണ് എന്ത് വരുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ. അതായത് ബിസിനസ് ഒരു വർഷം സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്ത ബിസിനസ്സിൽ നിന്ന് എന്ത് കിട്ടി? ലാഭം കിട്ടി. അപ്പോൾ ഈ ബിസിനസ് നടത്താൻ വേണ്ടി പണം കൊണ്ടുവന്നവർ എന്ന നിലയ്ക്ക് ഈ ലാഭത്തിൻ്റെ വിഹിതം ആർക്ക് അർഹതയുണ്ട്? ഓണേഴ്സിന് അർഹതയുണ്ട്. എന്നും പറഞ്ഞ ഓണേഴ്സിന് എന്ത് കൊടുക്കണമെന്നില്ല, ലാഭവിഹിതം കൊടുക്കണമെന്നില്ല. ഇവർക്കിടയിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ഈ ലാഭത്തിനും ഓണേഴ്സിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയും. ബിസിനസ്സിൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഡയറക്ടർമാരുടെ ഒരു ബോർഡാണ്, ഒരു സംഘമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ ലാഭം എടുത്തു വച്ചിട്ട് ഇവർക്ക് തീരുമാനിക്കാം എന്താണ്, ഈ പറഞ്ഞ പോലെ ഓണേഴ്സിന് കൊടുക്കുന്നെങ്കിൽ കുറച്ച് കൊടുത്താൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് തീരുമാനിക്കുന്നത്. അവർ വെറുതെ കണ്ണും പൂട്ടി അവരുടെ തോന്നലുകൾ വെച്ചല്ല തീരുമാനം എടുക്കുന്നത്. അവിടെയും ആർക്ക് റോളുണ്ട്? ഫിനാൻഷ്യൽ മാനേജറിന് റോളുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ അപ്രോച്ച് വെച്ചിട്ടും പല ഫാക്ടേഴ്സ് മുൻനിർത്തി നോക്കിയിട്ടും ഇവരെന്ത് ചെയ്യും? നോക്കും, ഇപ്രാവശ്യം കൊടുക്കണമെങ്കിൽ എത്ര കൊടുക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കും. അവിടെയാണ് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്? ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടിയോ എന്ന് പണ്ട് പലരും പറഞ്ഞ തിയറീസ് ഉണ്ട്, ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്. എന്നാൽ കമ്പനികൾ ഫോളോ ചെയ്യുന്ന പല പോളിസികളുണ്ട്. ഈ തിയറി ഒരുപാടുണ്ടല്ലോ. ഒരുപാട് പേര് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ചിലർ കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ കൊടുക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാണോ ഈ കമ്പനി എടുക്കുന്നത് അതനുസരിച്ച് അവരെന്ത് ചെയ്യും? അവരുടേതായൊരു പോളിസി രൂപീകരിക്കും. ഈ 2 കാര്യങ്ങളാണ് ഈ ബ്ലോക്കിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്ന തിയറീസും അതിൻ്റെ പോളിസീസും നമുക്ക് മിക്കവാറും എല്ലാം പറയേണ്ടി വരും. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് വരാം. ഓക്കെ, 2022 ക്വസ്റ്റ്യനാണ്. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ടതാണ്. ബിഹേവിയറൽ ഫിനാൻസ്, ഇക്വിറ്റി, ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് എന്തില്ല, അതിന് ചോദ്യം വന്നിട്ടില്ല, ഡിവിഡൻറ്റിൻ്റെ ചോദ്യം വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. അവിടെ ഡിവിഡൻറ്റ്, വൈ ഈസ് ഡിവിഡൻറ്റ് ഡിസിഷൻ ഇമ്പോർട്ടൻറ്റ്? ഡിഫറെൻറ്റ് ഡിവിഡൻറ്റ് ഫോംസ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഡിവിഡൻറ്റിൻ്റെ ഡിസിഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡിവിഡൻറ്റ് എന്താ നമുക്ക് അവിടെ നോക്കാം. അതിന് മുമ്പേ എന്താണ് ഡിവിഡൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും അല്ലെങ്കിൽ 2 അവിടെ തന്നെ നോക്കാം അല്ലേ. നമുക്ക് ടെസ്റ്റിലേക്ക് തന്നെ പോവാം. ഡിവിഡൻറ്റ് ഡിസിഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കണ്ടില്ല, ചിലപ്പോൾ താഴോട്ടെല്ലാം കാണുമായിരിക്കാം. അതല്ല ഫോംസ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, വേറൊന്നുമില്ല. എന്താണ് ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരു കണക്കിന് എന്താണ്, നമ്മൾ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഒരു വശത്തേയും ചിന്തിക്കും. അതായത് ഒരു കച്ചവടത്തിന് ഇറങ്ങി തിരിച്ചവന് ലാഭം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ കച്ചവടം നല്ലതുപോലെ പോകുന്നു എന്നാണല്ലോ. എന്നാൽ ഇൻറ്റേർണലി നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡിവിഡൻഡ് കൊടുക്കുന്നത് അത്ര ശരിയല്ല. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഒരുപാട് ഡിവിഡൻഡ് കൊടുക്കുന്നത് അത്ര നല്ല ശരിയല്ല എന്നുള്ളതാണ് വേറൊരു നയം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അതായത് ഒരാൾക്ക് ഒരു ബിസിനസ്സിന് നിറയെ പ്രോഫിറ്റ് കിട്ടി. ഈ കിട്ടിയ പ്രോഫിറ്റിൻ്റെ ഭാഗം ഒന്നും ഇവർ റീറ്റെയിൻ ചെയ്യുന്നില്ല. റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ തിരിച്ച് കയ്യിൽ വയ്ക്കുന്നില്ല. എല്ലാം ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഓണേഴ്സിനെ വീതിച്ച് കൊടുക്കുകയാണെങ്കിൽ, അതിനെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കാണുന്ന ഒരു വശമുണ്ട്. എന്താണെന്നറിയോ? ഇവർ കയ്യിൽ പൈസ അധികം വയ്ക്കുന്നില്ല. കാര്യം എന്താ? ഇവർക്ക് ആ പൈസ കൈ വെച്ചിരുന്നാൽ ചെയ്യാൻ പ്രത്യേകിച്ച് പദ്ധതികളൊന്നുമില്ല എന്നൊരു ചിന്ത അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയാവോ? ചില കമ്പനികൾ ഡിവിഡൻഡ് വളരെ കുറച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം റീറ്റെയിൻ ചെയ്യും. ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു ചർച്ച തുടങ്ങും. എന്തിനായിരിക്കും അവർ ഇത്രയും ഫണ്ട് തിരിച്ച് കൈ വെച്ചേക്കുന്നത്? അവർക്ക് എന്തോ ഒരു വൻപിച്ച പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബിസിനസ്സുകളെ കുറിച്ചുള്ള ന്യൂസുകൾ ഇതൊക്കെ എല്ലാവരും അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങും. എവിടെയെങ്കിലും എന്തെങ്കിലും ലിങ്ക് കിട്ടിയാൽ അവർ ഉടനെ വിചാരിക്കും, ഓക്കെ അവരിപ്പോൾ ഇന്ന കമ്പനിയായിട്ടൊരു ടൈപ്പ് ചെയ്ത് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഡിവിഡൻഡ് കൊടുക്കാതെ അവർ പൈസ സൂക്ഷിച്ച് കൈ വയ്ക്കുന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്, ആ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൽ അവരത്രയും വലിയ സ്കോപ്പ് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പോസിറ്റീവ് ന്യൂസ് എന്ത് വരും? നമ്മുടെ മാർക്കറ്റ് ഇറങ്ങും. ഉടനെ ആൾക്കാർ ഇവരുടെ ഷെയർസ് വാങ്ങാൻ ഇടിച്ച് തള്ളി കയറും. ഇതൊക്കെയാണ് പൊതുവേ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന കളികളെന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല എന്നുള്ളത് ഓണേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ഈ പറഞ്ഞ മാർക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡിവിഡൻറ്റിലേക്ക് പോവാം. ഒന്ന്, ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് കൊടുക്കുന്നത്, പൈസയായിട്ടൊന്നും കൊടുക്കാതെ സ്റ്റോക്ക് കൊടുക്കും. അതായത് ഇപ്പോൾ 10 ഷെയർസ് കയ്യിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ഷെയർ ബോണസായിട്ട് കൊടുക്കും. അതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരങ്ങനെ ഒരു റേഷ്യോ ഇറക്കും. ആ റേഷ്യോ പ്രകാരം എന്ത് ചെയ്യും? ബോണസ് കൊടുക്കും എന്നുള്ളതാണ്. അതായത് ഇവിടെ കാണില്ല. ഇപ്പോൾ സപ്പോസ് ദ റേഷ്യോ ഈസ് 1:2.
അതായത് രണ്ട് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ബോണസ് ഷെയർ കൊടുക്കും. അങ്ങനെ ഒരു റേഷ്യോ അടിസ്ഥാനപ്പെടുത്തി എത്ര ഷെയറാണോ അവരുടെ കയ്യിലുള്ള അത് ആ നമ്പർ ഓഫ് ഷെയർസ് അവർക്ക് ഇക്വലൻ്റായിട്ട് കൊടുക്കും. പിന്നെ പറയുന്നൊരു സംഭവം സ്റ്റോക്ക് സ്പ്ലിറ്റാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് എന്ത് തന്നെയാണ് ഈ ബോണസ് കൊടുക്കുന്ന സ്റ്റോക്ക് ബോണസ് കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ബോണസ് കൊടുക്കുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാറുന്നുണ്ട്. നേരത്തെ 10 കോടി രൂപയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിരുന്നെങ്കിൽ ബോണസ് കൊടുത്തപ്പോൾ 15 കോടി രൂപയുടെ പെയ്ഡ് ക്യാപിറ്റലായിട്ട് മാറി. എന്നാൽ സ്റ്റോക്ക് സ്പ്ലിറ്റിൽ എന്ത് സംഭവിക്കില്ല? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാറത്തില്ല. അതായത് ഇവർ വെളിയിൽ പബ്ലിക്കിൻ്റെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് മാറത്തില്ല. 2 ലക്ഷം രൂപ ആദ്യം ഉണ്ടായിരുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എന്ത് തന്നെ സംഭവിക്കുന്നത്? 2 ലക്ഷം രൂപ തന്നെ ഉണ്ട്. അതായത് ഞാനിപ്പോൾ 10 ഷെയർ 100 രൂപ കൊടുത്ത് വാങ്ങിച്ച് വിചാരിച്ചു. അപ്പോൾ ഒരു ഷെയറിന് 10 രൂപയാണ്. ഇവരെനിക്ക് എന്ത് ചെയ്യാണ്? സ്റ്റോക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് തരികയാണ്. അതായത് എൻ്റെ കയ്യിൽ 10 ഉണ്ടായിരുന്നതിനെ ഇരട്ടിപ്പിച്ച് തരും. നിൻ്റെ കയ്യിൽ ഇനി 10 അല്ല, നിൻ്റെ കയ്യിൽ ഇനിയുള്ളത് 20 ഷെയർസ് ആണെന്ന് പറയും. പക്ഷേ ഈ 20 ഷെയർസ് എന്ന് വെച്ചാൽ ഷെയറിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് എൻ്റെ കയ്യിരിക്കുന്നത്. പക്ഷേ ഷെയറിൻ്റെ വാല്യൂ ഇത്ര തന്നെയാണ്. ഞാൻ 100 കൊടുത്താൽ 10 വാങ്ങിച്ചേ, ഇവിടെ 100 തന്നെ ആയിരിക്കും. നേരത്തെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരെണ്ണത്തിന് 10 രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഷെയറിൻ്റെ വില ഒരെണ്ണത്തിന് എത്രയായി മാറും? 5 രൂപയായിട്ട് മാറും. ഷെയറിൻ്റെ എണ്ണം കൂടത്തേ ഉള്ളൂ, വില മാറത്തില്ല, വാല്യൂ മാറത്തില്ല. വാല്യൂ മാറത്തില്ല ഇൻ ദ സെൻസ് ടോട്ടൽ വാല്യൂ മാറത്തില്ല, പെർ യൂണിറ്റ് വാല്യൂ മാറും. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് വേറൊരു ഓപ്ഷനാണ്. നമ്മളിരിക്കുന്ന സ്റ്റോക്കിൻ്റെ എണ്ണം കൂട്ടിത്തരും സ്പ്ലിറ്റ് ചെയ്ത്, എന്നാൽ വാല്യൂ സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇതവിടെ കണ്ടില്ലേ? 2 ലക്ഷം ഷെയർസ് എത്ര രൂപയ്ക്കാണ് അവർ കൊടുത്തത്? 10 രൂപയ്ക്കാണ് ഒരു വെളിയിൽ ഇറക്കിയത്. അപ്പോൾ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 20 ലക്ഷം ഉണ്ടായിരുന്നു. ഒരു എഴുതിയതിൻ്റെ മിസ്റ്റേക്ക് കേട്ടോ. 20 ലക്ഷം രൂപ ഉണ്ട്. എന്നാൽ പിന്നീട് അതിനെ 4 ലക്ഷം ആക്കി. ഓക്കെ, 4 ലക്ഷം ഷെയർസ് ഒരു ഷെയർ 5 ലക്ഷമാക്കി. പിന്നെ അത് എന്ത് തന്നെയുണ്ട്? 20 ലക്ഷം തന്നെയുണ്ട്. മനസ്സിലായില്ലേ? ഈ പെർ യൂണിറ്റ് വില മാത്രമേ മാറുന്നുള്ളൂ, ടോട്ടൽ വാല്യൂ മാറത്തില്ല. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ സെയിം തന്നെ ആയിരിക്കും. പിന്നെ സ്റ്റോക്ക് റീപർച്ചേസസ് എന്ന് പറയുന്നത് ഒരു ബോണസ് ആണോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. പ്രോപ്പർട്ടി ഡിവിഡൻസ് കൊടുക്കാറുണ്ട്. അതായത് എന്ത് കൊടുക്കും? ഇവരുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ്, എന്തെങ്കിലും അസറ്റുകളോ സാധനങ്ങളൊക്കെ ഡിവിഡൻ്റ് വളരെ റെയറായിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. നമ്മൾ പ്രാക്ടിക്കലി അധികം കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് പ്രോപ്പർട്ടിക്ക് ഡിവിഡൻ്റായിട്ട് കൊടുക്കുക എന്നുള്ളത്. ഇൻറ്റേർണലിയൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സിലൊക്കെ നടക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഓണേഴ്സിന് പ്രോപ്പർട്ടി ഡിവിഡൻ്റായിട്ട് കൊടുക്കാം. ഡിബഞ്ചേഴ്സ് കൊടുക്കാം. ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ലോണ് തന്നെയാണെന്ന് വിചാരിക്കാം. അതായത് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റ്. ആ ഇൻസ്ട്രുമെൻ്റ് കൈ ഇരിക്കുന്ന ആൾ ഇത് ഇഷ്യൂ ചെയ്ത ആൾക്ക് കൊടുക്കുന്നത് ഒരു ലോണാണ്. ഓക്കെ, അപ്പം ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഡിബഞ്ചേഴ്സ് ഇറക്കിയെന്ന് വിചാരിക്കുക. ആ ഡിബഞ്ചർ എന്ത് ചെയ്തു? നിങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ടാറ്റയ്ക്ക് ചെറിയൊരു ലോൺ കൊടുക്കുകയാണ്. ആ ലോണ് എത്ര കാലം കഴിഞ്ഞ് തിരിച്ചടയ്ക്കാം വെച്ചാൽ ഈ മാസം തോറും പേയ്മെൻ്റ് ഒന്നും കാണത്തില്ല, എപ്പോൾ ഇതിന് തിരിച്ചടവുണ്ടാവും എന്നും പറഞ്ഞിട്ട് അവരൊരു തെളിവ് തരും, ഒരു സർട്ടിഫിക്കറ്റ് തരും. അതിനാണ് ഡിബഞ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, കടപ്പത്രം എന്ന് പറയും. അപ്പോൾ ഡിവിഡൻ്റായിട്ട് എന്ത് കൊടുക്കാം? ഈ ഡിബഞ്ചർ കൊടുക്കാറുണ്ട്. ഐ മീൻ നമുക്ക് തിരിച്ചങ്ങോട്ട് ക്ലെയിം തരും. നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല, കമ്പനിയിലേക്ക് നമ്മൾ ഒന്നും കടം കൊടുക്കുന്നില്ല. ബട്ട് സ്റ്റിൽ കടം കൊടുത്ത പൈസ തിരിച്ച് വാങ്ങുമ്പോൾ ഒരു ക്ലെയിം നമുക്ക് ഡിബഞ്ചറിൻ്റെ അകത്തൂടെ അവർ തരും ഡിവിഡൻ്റായിട്ട്. ഇതൊക്കെ വളരെ റെയറാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഒന്ന് ക്യാഷ് ഡിവിഡൻ്റ്, അത് ഇവർ പറഞ്ഞിട്ടില്ല അല്ലേ. ഏറ്റവും ഫസ്റ്റ് വൺ ക്യാഷ് ഡിവിഡൻ്റാണ്. ഓക്കെ, ക്യാഷായിട്ട് ഡിവിഡൻ്റ് കൊടുക്കുക. നമുക്ക് നിലവിലുള്ളൊക്കെ ക്യാഷ് ഡിവിഡൻ്റാണ് മാക്സിമം. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കുമെന്ന് വിചാരിക്കുമ്പോൾ ക്യാഷായിട്ട് അവർക്ക് ഡിവിഡൻ്റ് കൊടുക്കും. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ സ്റ്റോക്കായിട്ട് കൊടുക്കും, ബോണസ് ഷെയർസായിട്ട് കൊടുക്കും. പിന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റും വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. ബാക്കിയൊക്കെ റിയാലിറ്റിയിലില്ല, വെറുതെ തിയറിക്ക് വേണ്ടി പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. അപ്പോൾ അതാ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനാണ്. ഇനി തൊട്ടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ സ്കിപ്പ് ചെയ്ത കാര്യം, അതിൽ ഈ മൊഡ്യൂളിൽ നിന്ന് ഈ ബ്ലോക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. വൈ ഡു കമ്പനീസ് പേ ഡിവിഡൻഡ്? ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ ഡിവിഡൻഡ്. എന്തുകൊണ്ട് കമ്പനീസ് ഡിവിഡൻഡ് പേ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ഓണേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുക. പിന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെ അകത്തൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ കൂടെ റാഷണലാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ന്യായപരമാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കിയെടുക്കാം. അങ്ങനത്തെ കുറച്ച് റീസൺസ് ഉണ്ട്. പിന്നെ ചോദിക്കുന്നൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഡിസ്കസ് ദി ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദി ഡിവിഡൻഡ് പോളിസി ഓഫ് എ കമ്പനി. ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സാധനമാണ്. ഒന്നുകിൽ എന്ത് ചെയ്യാം? 0 ഡിവിഡൻഡ് കൊടുക്കാം, ഡിവിഡൻഡ് കൊടുക്കാതിരിക്കാം. വേറൊന്ന് 50-50 ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ 100% ഡിവിഡൻഡ് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു സാധനമുണ്ട്, 50, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വരുന്ന സാധനമുണ്ട്. 100ൻ്റെ 50ൻ്റെ ഇടയ്ക്ക്, 50ൻ്റെ 100ൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാം. ഇതൊക്കെയാണ് ഡിവിഡൻഡ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 0 ഡിവിഡൻഡ് കൊടുക്കാം, കുറച്ച് ഡിവിഡൻഡ് കൊടുക്കാം,
ഫുൾ പ്രോഫിറ്റിനെടുത്ത് ഡിവിഡൻ്റായിട്ട് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഏത് ചെയ്താലും ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ? ആ കമ്പനിയുടെ അവസ്ഥയും ആ കമ്പനി ഡിവിഡൻ്റ് കൊടുക്കും മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിസിഷൻ ഓഫ് ഡിവിഡൻ്റ് പോളിസി തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് അവർ നോക്കും. നമുക്ക് താഴെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് തന്നെ പോകാം. ഇതാ പറയുന്ന ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻറ്റ് പോളിസി. എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ എന്താണ്? നമ്മുടെ എക്കണോമിക്കിൻ്റെ കണ്ടീഷൻ എന്താണ്, അല്ലേ? ഈ പറഞ്ഞ പോലെ ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റിയ അവസ്ഥയാണ്, മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ്? ടാക്സ് പോളിസി ഇൻ ദ സെൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ത് കൊടുക്കേണ്ടി വരും? അവർക്ക് കിട്ടുന്ന ഡിവിഡൻറ്റിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം 12 ലക്ഷത്തിൽ കൂടുതലാണ് ഈ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെങ്കിൽ ഈ ഡിവിഡൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 12 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? അത് വേണ്ടാന്ന് വിചാരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസിഡറേഷനും കൂടെ ഉണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് വലിയ ഇൻവെസ്റ്റേഴ്സാണോ ഈ ഡിവിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതും കൂടെ ടാക്സും കൂടെ കൊടുക്കേണ്ടി വരുന്നവരാണോ എന്നൊക്കെയുള്ള ചിന്തിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം ശ്രമിക്കുക, ഈ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ഫണ്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങളുണ്ടാകും. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക, ടാക്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക പോലുള്ള പരിപാടികൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് ഇൻഫ്ലേഷൻ സമയത്ത് ഇത് കൊടുക്കാൻ നേരത്തെ നമ്മളൊന്ന് ആലോചിക്കും. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്, അവരെന്താ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്താണെന്നൊന്ന് അറിയണം. നമ്മൾ സാധാരണക്കാർ ചെന്ന് ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയല്ല, ഒരു ഹ്യൂജ് കമ്പനി ആയിരിക്കും. നമ്മളൊക്കെ നമ്മുടെ ബാങ്കുകളൊക്കെ ഒരുവിധം അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത്, ഗ്ലോബലി കേൾക്കുന്നത് സോഫ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഉണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ MNCകളിലും സോഫ്റ്റ് ബാങ്കിൻ്റെ ഒരു കൈ കാണാം. അതുപോലെ ഒരുപാടുണ്ട്. ഈ ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇന്ന കമ്പനിയുടെ എത്ര പെർസെൻറ്റേജ് ആരാണ് ഹോൾഡ് ചെയ്തേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ വരും. അവരൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ. അതായത് അവരൊരു കമ്പനിയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു കമ്പനിയാണ് അവരൊക്കെ. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ നമ്മളെ പോലെ ചില്ലറ കാര്യമായിരിക്കും. നമ്മൾ പല ഓട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണെങ്കിൽ അവർ അതിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത്രയും ഇതായിട്ട് അവരെടുക്കുന്ന ഡിസിഷൻസാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസ്സിനുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയും കൂടെ എന്ത് നോക്കണം? നമ്മൾ താല്പര്യം നോക്കും. ഇനി ഇൻറ്റേർണലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണെന്നുള്ളതാണ്. ഈ നേച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ മിക്കവാറും പറയുന്നൊരു വാക്കാണ് ഈ സീസണൽ എന്നുള്ളത്. ഇവരോടെയോ പറഞ്ഞ് ഞാൻ കണ്ടു. ആ സീസണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെയിൽസ് എന്തായിരിക്കില്ല, സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ സ്കൂൾ പിള്ളേരുടെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വയ്ക്കുന്ന ആൾക്കാർ, സ്കൂളിൻ്റെ ഓപ്പണിംഗ് സമയത്ത് അവരുടെ സെയിൽസ് ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ ഒന്ന് താന്ന് ഒരു സ്റ്റേബിളായിട്ടുള്ള രീതിയിൽ പോകും. മനസ്സിലായല്ലേ? അല്ലാതെ ഈ പറഞ്ഞ സാധനം എപ്പോഴും കാണത്തില്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയത് ഈ ഒരു മൊമെൻറ്റിലായിരിക്കും. ഈ ബാക്കിയുള്ള ടൈമിലൊക്കെ ജസ്റ്റ് നിലനിന്ന് പോകുന്നതായിരിക്കും. അല്ലാതെ ഈ പറയുന്നത് ലാഭം പോലും ഇല്ല എന്നുള്ള അവസ്ഥയായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യില്ല, ഈ വല്ലപ്പോഴും കൂടി അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സീസണിൽ മാത്രം കിട്ടുന്നൊരു സെയിൽസിൻ്റെ പ്രോഫിറ്റിന് എടുത്തിട്ട് ഡിവിഡൻറ്റ് കൊടുക്കുന്ന അത്ര നല്ല പരിപാടിയല്ല. കാര്യം പിന്നീട് അങ്ങോട്ട് നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കമ്പനികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ? ഡിവിഡൻറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോമ്പോസിഷൻ, അതായത് ഈ പറഞ്ഞ പോലെ ഈ ടാക്സിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നവരുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ഏറ്റവും മേജർ സാധനം ഇപ്പോഴും അവർ പറയുന്നത് ഓൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് ഫണ്ട്. ഓക്കെ, മേജർ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് ഫണ്ട്. ഈ ഫണ്ട് ചെയ്യാൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ട് റീറ്റെയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. പിന്നെ കൺട്രോൾഡ് കൺസിഡറേഷൻ വേണമെന്ന് ചോദിച്ചാൽ
വീണ്ടും ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ജൂൺ 2024 ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുന്നു. അല്ല, ഒന്നുകൂടി ഡിസംബറിലെങ്കിലും ശരിയാണ്. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ എ കമ്പനി? നമ്മൾ ഒരുപാടെടുത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചു കണ്ട് കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് മനസ്സിൽ കരുതിയിരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാനുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ ഈ പറഞ്ഞ ഇവിടെ എഴുതാൻ പറ്റും. കാര്യം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ ടാക്സിനെ ബാധിക്കുന്ന കാര്യമാണ്, നമുക്ക് ഫണ്ട് അവൈലബിലിറ്റി ഉണ്ടാവും ഇല്ലയോ എന്ന് ബാധിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ ചെയ്ത് എഴുതാനുള്ളതേ ഉള്ളൂ അവിടെ. പിന്നെ ചോദിക്കുന്നു ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റെലവൻസ് തിയറീസ്. ഒന്നുകിൽ റെലവൻസ് ഓഫ് തിയറീസ് ഓഫ് ഡിവിഡൻഡ് എന്നായിരിക്കും, ഇല്ലെങ്കിൽ റെലവൻറ്റ് തിയറീസ് ഓഫ് ഡിവിഡൻഡ് എന്നായിരിക്കാം. ഏതായിരുന്നാലും നമുക്ക് എന്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് തിയറീസ് ഓഫ് ഡിവിഡൻഡ് നോക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ തിയറീസ് ഓഫ് ഡിവിഡൻഡ്, കുറച്ച് ആ ഒരു കഥയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവും. സ്റ്റിൽ നമുക്കൊന്ന് നോക്കാം, ബ്രീഫായിട്ടൊന്ന് തിയറീസ് ഓഫ് ഡിവിഡൻഡ് നോക്കാം. ഓക്കെ, ഞാൻ മുൻപൊരു വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഈ ഹെഡിങ്സ് ഇതേപോലെ എടുത്തിടുന്നുണ്ട്. റെലവൻസ് തിയറീസ്. എൻ്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്ക് ചെറിയപ്പോൾ സംശയം തോന്നുന്നു. കാര്യം എൻ്റെ അറിവിൽ ഒന്നുകിൽ റെലവൻറ്റ് തിയറീസ് എന്ന് പറയണം, ഇല്ലെങ്കിൽ എന്ത് പറയണം, റെലവൻസ് ഓഫ് തിയറീസ്. ഇപ്പം കണ്ടിട്ട് റെലവൻറ്റ് തിയറീസ് ആണ് അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ റെലവൻസ് തിയറീസ് ഓഫ് ഡിവിഡൻഡ് എന്നാണ് ഇട്ടേക്കുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അവർ ബേസിക്കലി പറയുന്ന 3 തിയറീസാണ്: ട്രഡീഷണൽ തിയറി, വാൾട്ടേഴ്സ് മോഡൽ, ഗോർഡൻസ് മോഡൽ. വാൾട്ടറും ഗോർഡനും ആണ് പൊതുവേ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നെങ്കിലും ഒന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഓരോ തിയറിയും എന്തിന് സപ്പോർട്ട് ചെയ്യുന്നു, ഡിവിഡൻഡ് കൊടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്ന് തിരിച്ചറിയുക. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന റീസൺ എന്താണ്, അല്ലാതെ ഇതിൻ്റെ ബാക്കിലുള്ള കണക്കൊന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ നിൽക്കേണ്ട. ഞാനത് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. ഏറ്റവും ആദ്യം പറയുന്നത് ട്രഡീഷണൽ തിയറിയാണ്. ട്രഡീഷണൽ തിയറിക്കകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അവരുടെ ഒരു കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. ട്രഡീഷണൽ തിയറി പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എന്തിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, പെട്ടെന്ന് കിട്ടുന്ന റിട്ടേണിനാണ്, അല്ലാതെ കാലങ്ങളെടുത്തുണ്ടാവുന്ന വാല്യൂ ഗ്രോത്തിനല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പെട്ടെന്ന് കിട്ടുന്ന റിട്ടേണിനാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ അത്യാവശ്യം നല്ലതുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ഡിവിഡൻഡ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടത്: ഒന്ന്, ഇവർ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്നതിനെ ട്രഡീഷണൽ തിയറി സപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്ന റീസൺ എന്താണ്, കൂടുതൽ ഡിവിഡൻഡ് കൊടുത്താലേ മാർക്കറ്റിൽ നമ്മുടെ വാല്യൂ കൂടത്തുള്ളൂ. അതുകൊണ്ടാണ് അവരിവിടെ ഈ ഒരു ഫോർമുല പറയുന്നത്. നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻറ്റിൻ്റെയും അവർക്ക് കിട്ടുന്ന ഏർണിങ്സിൻ്റെയും ഒരു മൾട്ടിപ്ലെയർ വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. മൾട്ടിപ്ലെയർ ഇൻ ദ സെൻസ് നമ്മൾ ബീറ്റ എന്നൊക്കെ പറയും പോലെ എത്ര വെച്ച് നമ്മുടെ ഇത് കൂടും എന്നുള്ളത്. പോട്ടെ, നിങ്ങൾ അത്ര ഡെപ്തിലേക്കൊന്നും മനസ്സിലാക്കാൻ നിൽക്കേണ്ട. അവർ പറയുന്നത് എന്താവാം, അപ്പോൾ ട്രഡീഷണൽ തിയറി എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് പറയുന്ന റീസൺ ഇതാണ്: ദ മോർ വി പേ ദ ഡിവിഡൻഡ് മോർ വിൽ ബി ദ വാല്യൂ ഓഫ് ദി ഷെയർസ് ഇൻ ദ മാർക്കറ്റ് എന്നാണ് അവർ പറയുന്നത്. അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ഇത് പറഞ്ഞ അമ്മാവന്മാരെ പേര് വേണമെങ്കിൽ ഓർമ്മ വെച്ചു, ഗ്രഹാം ആൻഡ് ഡൂട്ട്. പോട്ടെ, വാൾട്ടർ, പ്രൊഫസർ ജെയിംസ് ഇ വാൾട്ടർ പറയുന്നതാണ് അടുത്ത മോഡൽ. കുറച്ചും കൂടെ റിലവൻ്റ് ആയിട്ട്, കുറച്ചും കൂടെ കാലങ്ങൾക്ക് ശേഷം വന്നൊരു മോഡലാണ്. വാൾട്ടർ പറയുന്നത് 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും, വേറൊന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് നിങ്ങൾ നടത്തുന്നു, ആ ബിസിനസ്സിന് നിങ്ങൾക്ക് പണം വേണം, നിങ്ങൾക്ക് ക്യാപിറ്റൽ വേണം, നിങ്ങൾ എവിടെ നിന്നോ ക്യാപിറ്റൽ കണ്ടെത്തി. ആ ക്യാപിറ്റൽ കണ്ടെത്താൻ, ആ ക്യാപിറ്റൽ അക്യൂർ ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടായ ചിലവിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻവെസ്റ്ററിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇനി ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, നമ്മൾ NPV പഠിച്ചത് ഓർക്കുന്നുണ്ടോ? NPV ഏത് വാല്യൂവിലാണോ 0 ആവുന്നത്, ഏത് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റിലാണോ 0 ആവുന്നത്, ആ പെർസെൻറ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. NPV 0 നമ്മൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഡിസ്കൗണ്ട് റേറ്റുകൾ എടുക്കും അല്ലേ, 10% ഡിസ്കൗണ്ട് റേറ്റിന് പ്രസൻറ്റ് വാല്യൂ 1 ആയിരിക്കും, 15 ആണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ കുറേ നമ്പേഴ്സ് ആയിരിക്കും. ഇതൊക്കെ എന്താണെന്ന് കഥ പറയണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും, കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഏത് റേറ്റിൻ്റെ, ഏത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ, ഇപ്പോൾ 10-15 പറഞ്ഞ പോലെ ഏത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എടുക്കുമ്പോഴാണോ NPV = 0 കിട്ടുന്നത്,
ആ ഒരു റേറ്റിനെയാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. പോട്ടെ, ഇത്രയും കഥയൊന്നും നിങ്ങൾ അറിയണ്ട. ഈ പറഞ്ഞ ഫോർമുലയെ നിങ്ങൾ മനസ്സിലാക്കാൻ നിൽക്കേണ്ട. ബേസിക്കലി ഈ ഒരു സാധനം മനസ്സിലാക്കാം. ഓക്കെ, പറ്റുമെങ്കിൽ ഫോർമുല പഠിക്കുക. എനിക്കറിയില്ല നിങ്ങളുടെ സമയവും കഴിവും എന്താണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നില്ല. ഇതാണ് വാൾട്ടർ പറഞ്ഞത്. വളരെ ഡീസൻ്റായിട്ട്, വളരെ രസകരമായിട്ടുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു തരുന്നുണ്ട്. പുള്ളി എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഈ പറഞ്ഞ കാര്യത്തിൽ, അതായത് ഇവിടെ ആറും കെയും പറയുന്നുണ്ട്. ആറെന്ന് ഉദ്ദേശിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അതായത് കഥ ഇത്രയേ ഉള്ളൂ. ഇതാ ഇപ്പോൾ ഈ ഫേം, ഒരു ഫേമാണ്. ഓക്കെ, ഈ ഫേം നമ്പർ 1 അവരുടെ ബിസിനസ് ചെയ്ത് 16% ഇൻകം ഉണ്ടാക്കാൻ പറ്റി. അതായത് 10 ലക്ഷം രൂപ അവർ നടത്തി, ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് നടത്തി. എത്ര ഗ്രോത്ത് ഉണ്ടായി? 16% ആ 10 ലക്ഷത്തിൽ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ഈ 10 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 10% ആയിരുന്നു.
അവിടുത്തെ പറയുന്ന കാര്യം എന്താണ്? ഒരു നോർമൽ കിട്ടുന്നത് അത്രയും കൊടുത്ത് ഒരു നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഡിവിഡൻഡിനെ കുറിച്ച് ചിന്തിക്കാനേ ആവശ്യത്തില്ലെങ്കിലും ഡിസിഷന് വേണ്ടി തല പോക്കുന്നതിൽ അവിടെ എന്തില്ല. ഓണേഴ്സിന് അർത്ഥമില്ലെന്നാണ് ആര് പറയുന്നത്? വാൾട്ടറിൻ്റെ മോഡൽ പറയുന്നത്. ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് വളർച്ചയുണ്ട്, വളർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ റീറ്റെയിൻ ചെയ്യുക. നോർമൽ ഫേം ആണെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇൻവെസ്റ്റേഴ്സിനെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 100% അവർക്ക് കൊടുക്കുക. ഡിക്ലൈനിങ് ഫേം ആണെങ്കിൽ 100% കൊടുത്താലേ നിങ്ങൾക്ക് എന്തുള്ളൂ, മാക്സിമം ഷെയർ വാല്യൂ മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. ആണ് എന്ത് പറയുന്നത്? വാൾട്ടറിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്ന തിയറി പറയുന്നത്. ഇനി ഒരാളും കൂടെ ഉണ്ട്, ഗോർഡനും മുന്നോട്ട് വയ്ക്കുന്നത് ഇതേ ആശയമാണ്. നമ്മുടെ വാൾട്ടർ പറഞ്ഞ അതേ ആശയമാണ്. ഫോർമുല അപ്ലൈ ചെയ്യുന്നതിലൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നേരത്തെ ഫോർമുല ഞാൻ പറഞ്ഞില്ല. ഇതും നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാൻ, ഒന്നുമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന സാധനങ്ങളേ ഉള്ളൂ. പിന്നെ ഞാനിത് ഫോക്കസ് ചെയ്യാത്തത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും മനസ്സിലാവുന്നില്ലേ ചോദിക്കുക. ഓക്കെ, ഞാനത് പറയുന്നില്ല, പോട്ടെ. അപ്പോൾ ഇവിടെയും സമ്മറി എത്രയേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഗ്രോത്ത് എന്നും പിന്നെ നോർമൽ എന്നും ഡിക്ലൈനിങ് എന്ന് തന്നെയാണ് ഇവിടെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ പിന്നെ നമ്മൾ പേ ഔട്ട് റേഷ്യോ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ പേ ഔട്ട് റേഷ്യോ റിട്ടേൺ റേഷ്യോയും പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. റിട്ടൻഷൻ റേഷ്യോയെ ബി എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. വീണ്ടും പഴയ സമ്മറിയിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഗ്രോത്ത് ഫേം ആണെന്നുണ്ടെങ്കിൽ ഓക്കേടാ, നമ്മൾ എന്താ ചെയ്യുന്നത്, വളരെ കുറച്ച് മാത്രം പേ ഔട്ട് ചെയ്ത് നോക്കി. അപ്പോൾ 450 രൂപ എൻ്റെ കമ്പനിയുടെ ഷെയർ വാല്യൂ വന്നു. പേ ഔട്ട് 60% ആക്കി നോക്കി, പേ ഔട്ട് 90% ആക്കി നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായത് പേ ഔട്ട് കുറയും തോറും എന്ത് കൂടുന്നു, ഫേമിൻ്റെ വാല്യൂ കൂടുന്നു. അപ്പോൾ പേ ഔട്ട് കുറയ്ക്കുക എന്നതാണ് ഗ്രോത്ത് ഫേമിൻ്റെ കാര്യത്തിൽ പറയുന്നത്. നോർമൽ ഫേമിൽ ആസ് യൂഷ്വൽ എന്ത് സംഭവിക്കുന്നില്ല, പേ ഔട്ട് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അവരുടെ വാല്യൂവിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഡിക്ലൈനിങ് ഫേമിന് വീണ്ടും പറയുന്ന പോലെ റിട്ടൻഷൻ റേഷ്യോ എന്ത് ചെയ്യുന്നു, കുറച്ചിട്ട് മാക്സിമം പേ ഔട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വാല്യൂ കൂടുന്നു, പ്രൈസ് കൂടുന്നു, മാർക്കറ്റിൽ നമ്മുടെ ഷെയർസിൻ്റെ വില കൂടുന്നു. ഇതാണ് ഈ ബേസിക് 3 തിയറിയുടെ അടിസ്ഥാനം ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ബാക്കി നിങ്ങൾക്ക് കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ട്രഡീഷണൽ തിയറി പറയുന്നത് എന്തായിരുന്നു? ട്രഡീഷണൽ തിയറി പറയുന്നത് കൂടുതൽ പേ ഔട്ട് ചെയ്യണം, എന്നാലേ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ഉണ്ടാവും, അവർ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗ്രോത്ത് അല്ല അവർ നോക്കിയിരിക്കുന്നതെന്ന് ട്രഡീഷണൽ തിയറി പറഞ്ഞത്. എന്നാൽ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ആര് പറഞ്ഞു? നമ്മുടെ വാൾട്ടർ പറഞ്ഞു, ജെയിംസ് വാൾട്ടർ പറഞ്ഞു 3 കാര്യങ്ങൾ, മൂന്നായിട്ട് കമ്പനിയെ തിരിക്കുക എന്നുള്ളതാണ്. കമ്പനി 3ആയിട്ട് തിരിച്ചിട്ട് ചിന്തിക്കുക, ഗ്രോത്ത് ആണോ, അല്ലെങ്കിൽ അവർ നോർമൽ കമ്പനിയാണോ, ഡിക്ലൈനിങ് കമ്പനിയാണോ. ഇതേ സാധനം തന്നെ ആരും പറഞ്ഞു? നമ്മുടെ ഗോർഡനും പറഞ്ഞു എന്താണ്, കമ്പനിയെ 3ആയിട്ട് തിരിക്കുക എന്നുള്ളത്. 2ൻ്റെയും ഫോർമുലാസ് വരെയാണ്. രണ്ടും പിന്നെ എങ്ങനെയാണ് കമ്പനിയുടെ പ്രൈസ് കണ്ടെത്തുന്നത്, പ്രൈസ് ഓഫ് ദി ഷെയർ കണ്ടെത്തുന്നത് എന്നുള്ള ഫോർമുല ഡിഫറെൻ്റ് ആണ്. പക്ഷേ രണ്ടിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ തന്നെയാണ്.
മാർക്കറ്റിൽ ഇപ്പോഴത്തെ വില, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എത്ര ഡിവിഡൻറ്റ് കൊടുക്കുന്നു എന്നുള്ളത്, എത്ര നമ്മൾ പ്രൈസ് ചേഞ്ച്, ഏർണിങ്സ് എത്ര ഉണ്ടാകുന്നത്, ഇതൊക്കെ തന്നെയാണ് ഈ രണ്ട് ഫോമുലയും നോക്കുന്നത്. ബട്ട് രണ്ട് അപ്രോച്ചുകളാണ്, എന്നാൽ രണ്ടും ഏതാണ്ട് ഒരേ കൺക്ലൂഷനിലാണ് വന്നെത്തിയേക്കുന്നത്. എന്താണ്? ഗ്രോത്ത് ഫേം എന്ത് ചെയ്യുക, മാക്സിമം റീറ്റേൺ ചെയ്യുക, വളരെ കുറച്ച് മാത്രം ഡിവിഡൻറ്റ് കൊടുക്കുക. നോർമൽ ഫേമിൻ്റെ കാര്യത്തിൽ ഇറലവൻ്റ് ആണ്, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരേ എഫക്റ്റാണ്. ഇനി ഇവരുടെ കാര്യത്തിലാണെങ്കിലോ, നമ്മുടെ ഡിക്ലൈനിങ് ഫേമിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരധികം പിന്നെ റീറ്റെയിൻ ചെയ്യാതെ കൂടുതൽ ഡിവിഡൻറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയറീസിനകത്ത് പറയാനുള്ളത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ അകത്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവസാനം ഒന്നും കൂടെ പറയുന്നു, ഈ ഇറലവൻ്റ് തിയറി പറയുന്ന പേര് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് അസംഷനും ഒരുപാട് പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവർ പറയുന്ന ഒരു കാര്യം, ഈ ഇറലവൻ്റ് എന്ന് ഇവരുടെ തിയറിക്ക് പേര് പറയാനുള്ള കാര്യം എന്തുകൊണ്ടാണ്? ഇതിന് നമ്മുടെ ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന് കമ്പനിയുടെ വാല്യൂ ആയിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും ഇറലവൻസ് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ അങ്ങനെ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡിഗ്ലാനി മില്ലർ തിയറി എന്ന് പറയുന്നത്, MM തിയറി എന്ന് പറയും. ഓക്കെ. ഇവർ പറയുന്ന ഒന്നേ ഉള്ളൂ, എന്താണ്? പിന്നെ റെലവൻസ് ഇല്ല. എന്തിനാണ്? ഈ ഡിവിഡൻറ്റ് കൊടുക്കുന്നോ കൊടുക്കുന്നില്ലയോ എന്നുള്ളതിന് കമ്പനിയുടെ വാല്യൂവിന് ഒരു റെലവൻസും ഇല്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഈ പറഞ്ഞ അസംഷൻസ് പറയുന്നുണ്ട്. അസംഷൻസ് എല്ലായിടത്തും ഏതാണ്ടൊക്കെ ഒന്നായിരിക്കും. ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ് ആണെന്നും, ഇൻഫർമേഷൻ എല്ലാവർക്കും അവൈലബിൾ ആണ്, ഇൻവെസ്റ്റേഴ്സ് എല്ലാം ബുദ്ധിയുള്ളവന്മാരാണ്, പിന്നെ എന്തില്ല, ഈ ഫ്ലോട്ടേഷൻ കോഴ്സ് പോലത്തെ സാധനങ്ങളില്ല, അങ്ങനത്തെ പല അസംഷൻസ് അവർ പറയുന്നുണ്ട്. ബേസിക്കലി ഇത്രയൊന്നും അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നോക്കാറുണ്ട്. അതിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കട്ടെ. അവിടെ വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നതെന്നുള്ളതാണ്, പ്ലസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻറ്റ്. അപ്പോൾ ഇത് രണ്ട് നമുക്ക് ഒരേ ആൻസറിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് എഴുതാൻ പറ്റും. ഒന്നാലേശം എഴുതാനുള്ളതേ ഉള്ളൂ. മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ എന്ത് ചോദിക്കുന്നത്, ഡിവിഡൻറ്റിൻ്റെ അകത്ത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. താങ്ക് യു.